അപ്പോൾ അടുത്ത ഒരു കാര്യം വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റിയൊരു സാധനമാണ്. നിങ്ങൾക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തരുവാണ്. 6 4 കൂട്ടി 10 എഴുതി, 4 കൂട്ടി തന്നെ 14 എഴുതി. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. കാര്യം എന്താണ്? ഒരേ നമ്പർ തന്നെയല്ലേ കൂടി പോകുന്നത്, 4 കൂടി പോകുന്നത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ, നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ മറ്റേ nth ടേം, എന്നാം പദം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, എന്താണ്? dn + f - d. അത് തന്നെയാണ്. അപ്പൊ അത് വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കേണ്ടത്. കേട്ടല്ലോ. ഇനി എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എഫ് എടുത്തെഴുതണം, ഡി എടുത്തെഴുതണം, എൻ എടുത്തെഴുതണം. ഈ ഇക്വേഷൻ എപ്പോൾ എഴുതിയാലും എഫും ഡിയും എന്നും എടുത്തെഴുതണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം 6. ഡി എന്തായിരുന്നു? 10 ൽ നിന്ന് 6 കുറച്ചാൽ മതി. 10 ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 4. അതായത് ഏത് നമ്പറാണ് ആ കൂടി പോകുന്നതെന്നാണ് ചോദിച്ചത്. 4 അല്ലേ കൂടി പോകുന്നത്. ഇനി ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, എന്നിന് പകരം എൻ എന്ന് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കേട്ടല്ലോ. നോക്കിയേ, ഡി എത്രയാണ്? 4 ഇൻറ്റു എൻ അതുപോലെ തന്നെ എൻ എന്നിട്ടു, പ്ലസ് എഫ് എത്രയാണ്? 6 മൈനസ് ഡി എത്രയാണ്? 4. 4 ഇൻറ്റു എൻ എന്താണ്? 4n പ്ലസ് 6 മൈനസ് 4 എത്രയാണ്? 2. അപ്പോൾ ഇങ്ങനെ ഒരു എന്നിലൊരു സാധനം കിട്ടും, എന്നിലൊരു എക്സ്പ്രഷൻ കിട്ടും. അതിനെ പറയുന്ന പേരാണ് ഓൾജിബ്രിക് ഫോം. അപ്പോൾ ഓൾജിബ്രിക് ഫോം ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ dn + f - d എടുക്കുക, എഫും ഡിയും എഴുതുക, എന്നിന് പകരം n തന്നെ ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ 7 10 13 ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം ഒന്ന് കണ്ടുപിടിച്ചേ.